സേഫാണ്. ഒരു പൂച്ച കുഞ്ഞുപോലും വരാത്ത സ്ഥലം. ഹലോ. എന്താണ്? ആരാ? ഇതെന്താ പരിപാടി? എന്താ? നന്ദനം. വന്ദനം. വന്ദനം. ഇവരേതാ? ഇറങ്ങിയോടാ. ഓട്ടത്തിന്റെ മാരത്തോൺ. അല്ല ഒളിച്ചോട്ടത്തിന്റെ പരിപാടിയാണ്. ഒളിച്ചോട്ടത്തിന്റെ. ചേച്ചി ഒളിച്ചോട്ടം വന്നിരിക്കുകയാണ്. അതെ ഒളിച്ചോട്ടമായിരുന്നു അല്ലേ? നല്ല സ്ഥലത്താ വന്നിരിക്കുന്നത്. ലക്കി ആയിട്ടുള്ള സ്ഥലം. സേഫാ. ഒരു മനുഷ്യനറിയാം. ഇവിടെ ആരുമില്ലല്ലോ. ഇല്ല. വേണം വന്ന സ്ഥിതിക്ക് എല്ലാരും ഒന്ന് അനുഗ്രഹിച്ചു വിട്ടേക്കല്ലേ? അതെ. ഒന്ന് ഞങ്ങൾ എല്ലാവരും അനുഗ്രഹിച്ചേക്കല്ലേ? നല്ല നന്നായി വരട്ടെ കേട്ടോ. ഇല്ല കൈയടിക്കല്ലേ. അടിക്കല് ഒരു ട്വിസ്റ്റ് ഉണ്ട്, അത് പറഞ്ഞോട്ടെ ഞാൻ. എന്താണ് സംഭവം? ഒളിച്ചോടിയ കാമുക ഇത് തന്നെയാണ്, പക്ഷെ ഞാൻ കാമുകനല്ല, ഞാൻ ബെസ്റ്റി. ഇത് എന്റെ ബെസ്റ്റി പാർവതി. വീട്ടില് പാറു എന്ന് വിളിക്കും, ഞാൻ പൊന്നു എന്ന് വിളിക്കും, കാമുകം വാവ എന്ന് വിളിക്കും. അത് ശരി. ഏതിലും ഒന്നിലങ്ങ് ഉറപ്പിര്. അല്ല, നമ്മൾ ഇത്രയും ഓടി വന്നോണ്ടുള്ള ഒരു വിറച്ചില്, അതുകൊണ്ടാണ്. അല്ല, അപ്പൊ ഞങ്ങൾ എന്ത് വിളിക്കണം? ബ്രോക്ക് എന്തോണോ വിളിക്കും, എന്ത് വിളിച്ചാലും അവള് വിളിയാക്കും, അത്ര പാവമാണ്. നല്ല കുട്ടിയാണ്. അപ്പൊ ഞാൻ ഒരു പ്ലാൻ എ പ്രകാരം ഇവള് പാറുവും ക്ലിന്റോയും തമ്മിൽ ഭയങ്കര പ്രണയമായിരുന്നു 6 വർഷമായിട്ടെ. അതാണ് പേര്. അപ്പൊ ഭയങ്കര പ്രണയമായിരുന്നു. അപ്പൊ ഇന്ന് എന്റെ ഒരു പ്ലാൻ എ ഞാൻ പറഞ്ഞില്ലേ, അത് മുഖേന ഒളിച്ചോടുകയായിരുന്നു. അതായത് എന്റെ പാറുവും നമ്മളെ ക്ലിന്റോ എന്റെ പാറു ഒന്ന് അടങ്ങ്, നമുക്ക് നോക്കാം. എനിക്കറിയാം സുന്ദരിയായ എന്നെ സ്വന്തമാക്കാൻ വേണ്ടി നീ എന്റെ ക്ലിന്നിനെ കുഴിച്ചു മൂടിയിലാണ് ദുഷ്ട. പൊന്നു പാറു, അയാൾക്ക് അതിനേക്കാളും നല്ല ഭാര്യയെ കിട്ടും, നീ അല്ല. ഇതെല്ലാം എന്റെ തലയിലാവും. ആണ്ടടാ, എവിടുന്നാ വിളിയാക്കണ്? എന്റെ ക്ലിന്നിന്റെ ശബ്ദം ആണാ? വേണ്ടി അറിയില്ലല്ലോ, ജീവിപ്പതാർക്കു വേണ്ടി അറിയില്ലല്ലോ, ജനിച്ചതാർക്കു വേണ്ടി അറിയില്ലല്ലോ, ജീവിപ്പതാർക്കു വേണ്ടി അറിയില്ലല്ലോ, ഓർത്താൽ പിടിച്ചിട്ട് കുലുക്കല്ലേ, നിന്റെ അങ്ങളമാരെല്ലാം കൂടെ അടിച്ചിളക്കി വെച്ചേക്കാണ്, ഊരി വീഴും. ജീവനോടെ ഉണ്ട്, മരിച്ചിട്ടില്ല. അപ്പൊ അതായിരുന്നു ആഗ്രഹം. എന്തു പറ്റി ബ്രോ, പറ. അയ്യോ, സാറിവിടെ ഉണ്ടായിരുന്നല്ലോ. ഇവന്റെ പ്ലാൻ എ പ്രകാരം 3 പേരും കൂടി ഒളിച്ചോട്ടം പ്ലാൻ ചെയ്യുന്നു. 2 പേരും കൂടെ കൈ പിടിച്ചിട്ട് തുജേ ദേഖാത്തോയെ ജാനാസനം എന്ന് പറഞ്ഞ ഫ്രണ്ട് അങ്ങ് ഓടി. പിറകെ ഒരുത്തം വെള്ളം വലിക്കണ പട്ടികൾ കണ്ടില്ല. ഇവൾ ആങ്ങളമാരെന്നെ പിടിച്ച് പേപ്പട്ടി അടിക്കണ കടിച്ചറിയാമോ? ബ്രോ, അടിച്ചോമാർ അഡ്രസ് ഇട്, ഇന്ന് വീട്ടിൽ കയറി പണി ഞാൻ. പിന്നെ 15 പേര് പിടിച്ച് കുനിച്ച് കാലിന്റെ അകത്തോട്ട് കയറ്റി വെച്ച് ഇടിക്കാൻ പിന്നെ അവന്മാർ അഡ്രസ്സ് ഞാൻ എഴുതി മേടിക്കാം. നിലവിളിക്കാൻ സമയം കിട്ടിയില്ല, അറിയാമോ? നീ ഒറ്റ മൊത്തം കാരണക്കാരാ. ബ്രോ, അങ്ങനെ പറയരുത്. എന്റെ ബെസ്റ്റിയെ സേഫ് ആക്കാൻ നോക്കിയതാണ് ഞാൻ ചെയ്ത തെറ്റ്. അല്ലടാ, നിന്റെ ബെസ്റ്റിയെ വൈഫാക്കാൻ നോക്കിയതാണ് ഞാൻ ചെയ്തത്.